അതിനകത്ത് ഞാൻ അനുഭവിച്ച നല്ല വശങ്ങളും ഉണ്ട് ആ ഒരു ശബരിമല യാത്രയ്ക്കകത്ത്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ശബരിമല പോലെയുള്ള തീർത്ഥാടന സ്ഥലങ്ങളിൽ, എക്സ്പെഷ്യലി അതൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം പോലെയാണല്ലോ. ഞാനതൊരു ക്ഷേത്രം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒരു ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് വിഗ്രഹത്തെ ആരാധിക്കാൻ പോകുന്നു, ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിനകത്താണ് ക്രിസ്തീയ മതം നിലനിൽക്കുന്നത്. അപ്പോ ക്രിസ്ത്യാനികളുടെ ഒന്നാം പ്രമാണം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, അതായത് സത്യദൈവത്തെ വിട്ട് മറ്റൊരു ദൈവനെ അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തെ അന്വേഷിച്ച് പോകാൻ പാടില്ല, വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒന്നാം പ്രമാണം, രണ്ടാം പ്രമാണം ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണം നിലനിൽക്കുന്നത്. അത് കേവലം വിശ്വാസ പ്രമാണം മാത്രമാണ് കേട്ടോ. അപ്പോ ആ ഒരു വിശ്വാസ പ്രമാണത്തെ, ഒന്നാം പ്രമാണത്തെയും രണ്ടാം പ്രമാണത്തെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ പുരോഹിതൻ അവിടെ പോയത് ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനമായിരുന്നു. അത് കേവലം വിമർശനമല്ല, എന്നെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ ആരൊക്കെ രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്, മാനസികമായിട്ടും ഒരു പരിധിവരെ ശാരീരികമായിട്ടും ഒക്കെ ദ്രോഹിക്കാൻ പറ്റുന്ന രീതിയിൽ അതങ്ങ് മാറി.